ആകാശവാണി വാർത്താവീക്ഷണം. ലോക മനുഷ്യത്വ ദിനം അലിവിൻ്റെയും അതിജീവനത്തിൻ്റെയും ഓർമ്മപ്പെടുത്തൽ. തയ്യാറാക്കിയത് നിസാർ മുഹമ്മദ്. ബ്യൂറോ ചീഫ്, വീക്ഷണം, തിരുവനന്തപുരം. അവതരണം മഹേഷ് ദിവാകരൻ. ഇന്ന് വേൾഡ് ഹ്യൂമാനിറ്റേറിയൻ ഡേ അഥവാ ലോക മനുഷ്യത്വ ദിനം. മനുഷ്യൻ എന്ന പദത്തിന് പൂർണ്ണത ലഭിക്കുന്നത് അവനിലെ മനുഷ്യത്വം പ്രവൃത്തിയായി മാറുമ്പോഴാണ്. സ്വന്തം വേദനകൾക്കപ്പുറം സഹജീവിയുടെ ദുരിതം തിരിച്ചറിയുകയും പ്രതിഫലമോ പ്രശസ്തിയോ പ്രതീക്ഷിക്കാതെ സഹായഹസ്തം നീട്ടുകയും ചെയ്യുമ്പോഴാണ് മനുഷ്യൻ യഥാർത്ഥ അർത്ഥത്തിൽ മനുഷ്യനാകുന്നത്. ലോകമെമ്പാടുമുള്ള യുദ്ധഭൂമികളിലും പ്രകൃതി ദുരന്തങ്ങൾ തകർത്തെറിഞ്ഞ പ്രദേശങ്ങളിലും പട്ടിണിയും രോഗങ്ങളും പടർന്നു പിടിക്കുന്ന ഇടങ്ങളിലും സ്വന്തം സുരക്ഷ പോലും മറന്ന് സഹജീവികൾക്കായി പ്രവർത്തിക്കുന്ന ആയിരക്കണക്കിന് മനുഷ്യരുണ്ട്. അവരുടെ ത്യാഗവും സേവനവും ഓർമ്മിപ്പിക്കാനും ആദരിക്കാനും ലോകത്തോട് മനുഷ്യത്വത്തിന്റെ അനിവാര്യത വീണ്ടും വിളിച്ചു പറയാനുമാണ് എല്ലാ വർഷവും ഓഗസ്റ്റ് 19 ലോക മനുഷ്യത്വ ദിനമായി ആചരിക്കുന്നത്. ജാതി, മതം, വംശം, ഭാഷ, ദേശം, രാഷ്ട്രീയ നിലപാട്, സാമ്പത്തിക സ്ഥിതി തുടങ്ങി മനുഷ്യർ സ്വയം സൃഷ്ടിച്ച പല വേർതിരിവുകൾക്കപ്പുറം മനുഷ്യജീവന് ഒരേ വിലയാണെന്ന സന്ദേശമാണ് ഈ ദിനം നൽകുന്നത്. ദുരന്തം സംഭവിക്കുമ്പോൾ ദുരിതബാധിതന്റെ പേര് എന്താണെന്നോ അയാൾ ഏത് മതത്തിൽപ്പെട്ടവനാണെന്നോ ഏത് രാജ്യക്കാരനാണെന്നോ ചോദിക്കാതെ സഹായിക്കാനുള്ള മനസ്സാണ് യഥാർത്ഥ മനുഷ്യത്വം. ആ മനസ്സിന്റെ പ്രതിനിധികളായ സന്നദ്ധ പ്രവർത്തകരെയും ജീവകാരുണ്യ പ്രവർത്തകരെയും ആദരിക്കുന്നതിനോടൊപ്പം മനുഷ്യജീവന്റെ സുരക്ഷയും അന്തസ്സും സംരക്ഷിക്കുക എന്നത് ലോക സമൂഹത്തിന്റെ കൂട്ടു ഉത്തരവാദിത്തമാണെന്ന ഓർമ്മപ്പെടുത്തലും ഈ ദിനം മുന്നോട്ട് വയ്ക്കുന്നു. അത്യന്തം വേദനിപ്പിക്കുന്ന ഒരു ചരിത്ര സംഭവത്തിൽ നിന്നാണ് ലോക മനുഷ്യത്വ ദിനം പിറവിയെടുക്കുന്നത്. 2003 ഓഗസ്റ്റ് 19 ഇറാഖിലെ ബാഗ്ദാദിൽ ഐക്യരാഷ്ട്രസഭയുടെ ആസ്ഥാനമായി പ്രവർത്തിച്ചിരുന്ന കനാൽ ഹോട്ടലിൽ നടന്ന ഭീകരാക്രമണമാണ് ഈ ദിനാചരണത്തിന് ആധാരം. അന്നത്തെ ബോംബാക്രമണത്തിൽ ഐക്യരാഷ്ട്രസഭയുടെ ഇറാഖിലെ പ്രത്യേക പ്രതിനിധിയായിരുന്ന സെർജിയോ വിയേര ഡി മെലോ ഉൾപ്പെടെ 22 ജീവകാരുണ്യ പ്രവർത്തകരാണ് ദാരുണമായി കൊല്ലപ്പെട്ടത്. 100-ലധികം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. മനുഷ്യ നന്മയ്ക്കായി പ്രവർത്തിക്കുന്നവർക്ക് നേരെ നടന്ന ഈ ക്രൂരമായ ആക്രമണം ലോക മനസാക്ഷിയെ ഞെട്ടിച്ചു. ഈ ദാരുണ സംഭവത്തിന്റെ 5ാം വാർഷികമായ 2008 ഐക്യരാഷ്ട്രസഭയുടെ ജനറൽ അസംബ്ലി ഓഗസ്റ്റ് 19 ലോക മനുഷ്യത്വ ദിനമായി ഔദ്യോഗികമായി പ്രഖ്യാപിച്ചു. 2009 മുതൽ ഈ ദിനം ആഗോളതലത്തിൽ വിപുലമായി ആചരിച്ചു വരുന്നു. ഈ ദിനം ജീവൻ വെടിഞ്ഞവർക്കുള്ള ഒരു ഓർമ്മപ്പെടുത്തൽ മാത്രമല്ല, ഇന്നും കർമ്മനിരതരായിരിക്കുന്ന ലക്ഷക്കണക്കിന് സന്നദ്ധ പ്രവർത്തകർക്കുള്ള ആദരം കൂടിയാണ്. ലോക മനുഷ്യത്വ ദിനത്തിന് നേതൃത്വം നൽകുകയും ആഗോളതലത്തിൽ രാജ്യങ്ങൾക്കിടയിൽ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതും ഐക്യരാഷ്ട്രസഭയുടെ ഓഫീസാണ്. യുദ്ധമുഖങ്ങളിലും പ്രകൃതി ദുരന്തങ്ങളിലും ഏറ്റവും വേഗത്തിൽ ഓടിയെത്തുന്ന ലോകത്തിലെ ഏറ്റവും വലിയ മാനുഷിക ശൃംഖലയാണ് റെഡ് ക്രോസ്. നിഷ്പക്ഷതയുടെ പര്യായമായാണ് ഈ സംഘടന അറിയപ്പെടുന്നത്. പട്ടിണി മാറ്റാനും ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കാനും വേണ്ടി പ്രവർത്തിക്കുന്ന ലോക ഭക്ഷ്യപദ്ധതി ദശലക്ഷക്കണക്കിന് ജനങ്ങൾക്കാണ് ആശ്വാസമേകുന്നത്. യുദ്ധബാധിത പ്രദേശങ്ങളിൽ കുട്ടികളുടെ വിദ്യാഭ്യാസവും സുരക്ഷയും ഉറപ്പാക്കാൻ യുനിസെഫും പകർച്ചവ്യാധികൾ തടയാനും ആരോഗ്യ പ്രവർത്തനങ്ങൾ എത്തിക്കാനും ലോകാരോഗ്യ സംഘടനയും അക്ഷീണം പ്രയത്നിക്കുന്നു. 21ാം നൂറ്റാണ്ടിൽ മനുഷ്യരാശി നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി സായുധ സംഘർഷങ്ങളെക്കാൾ ഉപരി കാലാവസ്ഥാ വ്യതിയാനമാണ്. ആഗോളതാപനം, വരൾച്ച, അപ്രതീക്ഷിതമായ പ്രളയങ്ങൾ, ഉരുൾപൊട്ടലുകൾ എന്നിവ കാരണം ലക്ഷക്കണക്കിന് ആളുകൾ തങ്ങളുടെ കിടപ്പാടം നഷ്ടപ്പെടുകയും അവർ കാലാവസ്ഥാ അഭയാർത്ഥികളായി മാറുകയും ചെയ്യുന്നു. ഈ ആഗോള പ്രതിസന്ധിയുടെ ഏറ്റവും വലിയ ഉദാഹരണങ്ങൾ നമ്മുടെ കൊച്ചു കേരളം നേരിട്ട് അനുഭവിച്ചറിഞ്ഞതാണ്. 2018 മഹാപ്രളയകാലം കേരളത്തിന്റെ ചരിത്രത്തിലെ സമാനതകളില്ലാത്ത ദുരന്തമായിരുന്നു. എന്നാൽ ആ ദുരന്തത്തെ കേരളം നേരിട്ടത് മനുഷ്യത്വം എന്ന ഒറ്റ വികാരം കൊണ്ടാണ്. ജാതിമത ഭേദമന്യേ പണക്കാരനെന്നോ പാവപ്പെട്ടവനെന്നോ ഇല്ലാതെ ഒറ്റക്കെട്ടായാണ് മലയാളികൾ രക്ഷാപ്രവർത്തനത്തിന് ഇറങ്ങിയത്. സ്വന്തം വള്ളങ്ങളുമായി ജീവൻ പണയം വെച്ച് ആയിരങ്ങളെ രക്ഷപ്പെടുത്തിയ കേരളത്തിന്റെ സ്വന്തം സൈന്യമായ മത്സ്യത്തൊഴിലാളികൾ മനുഷ്യത്വത്തിന്റെ ഏറ്റവും മികച്ച ഉദാഹരണമായി ലോകത്തിന് മുന്നിൽ തലയുയർത്തി നിന്നു. അടുത്തിടെ നടന്ന വയനാട് ഉരുൾപൊട്ടലിലും നാം കണ്ടത് സമാനതകളില്ലാത്ത സന്നദ്ധ പ്രവർത്തനമാണ്. സർക്കാരും സന്നദ്ധ സംഘടനകളും സാധാരണക്കാരും ഒത്തുചേർന്ന് ദുരിതബാധിതർക്ക് കൈത്താങ്ങായി. ദുരന്തമുഖങ്ങളിൽ സ്ത്രീകൾ വഹിക്കുന്ന പങ്ക് പലപ്പോഴും വേണ്ടത്ര അംഗീകരിക്കപ്പെടാതെ പോകാറുണ്ട്. അതിതീവ്രമായ സാഹചര്യങ്ങളിൽ സ്വന്തം ജീവൻ പണയം വെച്ച് സേവനം ചെയ്യുന്ന സ്ത്രീകളുടെ എണ്ണം ചെറുതല്ല. സ്വന്തം കുടുംബത്തെയും കുഞ്ഞുങ്ങളെയും സുരക്ഷിത സ്ഥാനത്താക്കി അന്യന്റെ ജീവൻ രക്ഷിക്കാൻ യുദ്ധമുഖങ്ങളിൽ സേവനം ചെയ്യുന്ന നഴ്സുമാരുടെയും വനിതാ ഡോക്ടർമാരുടെയും ത്യാഗം വിലമതിക്കാനാവാത്തതാണ്. ഈ പ്രാധാന്യം തിരിച്ചറിഞ്ഞുകൊണ്ടാണ് 2019 ലോക മനുഷ്യത്വ ദിനം പൂർണ്ണമായും വനിതാ സന്നദ്ധ പ്രവർത്തകർക്കായി ഐക്യരാഷ്ട്രസഭ സമർപ്പിച്ചത്. അതേസമയം
അതേസമയം ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ കടന്നുപോകുന്ന വഴികൾ ദുഷ്കരവും അപകടവും നിറഞ്ഞതുമാണ്. ഗാസ, സിറിയ, യുക്രൈൻ, സുഡാൻ തുടങ്ങിയ യുദ്ധമുഖങ്ങളിൽ പ്രവർത്തിക്കുന്ന സന്നദ്ധ പ്രവർത്തകരും ബോംബാക്രമണങ്ങളിൽ ലക്ഷ്യം വെക്കപ്പെടുകയോ അബദ്ധത്തിൽ കൊല്ലപ്പെടുകയോ ചെയ്യുന്നുണ്ട്. പല സായുധ ഗ്രൂപ്പുകളും തങ്ങളുടെ ആവശ്യങ്ങൾ നേടാനായി ജീവകാരുണ്യ പ്രവർത്തകരെ തട്ടിക്കൊണ്ടുപോയി ബന്ദികളാക്കുകയും കൊലപ്പെടുത്തുകയും ചെയ്യാറുണ്ട്. കടുത്ത കാലാവസ്ഥാ വ്യതിയാനങ്ങളും തകർന്ന റോഡുകളും ആശയവിനിമയ സംവിധാനങ്ങളുടെ അഭാവവും ഇവരുടെ പ്രവർത്തനങ്ങളെ ദുഷ്കരമാക്കുന്നു. നിരന്തരം മൃതദേഹങ്ങൾ കാണുന്നതും ഉറ്റവരെ നഷ്ടപ്പെട്ടവരുടെ കൂട്ടക്കരച്ചിലുകൾ കേൾക്കുന്നതും പട്ടിണി കിടക്കുന്ന കുഞ്ഞുങ്ങളുടെ മുഖം കാണുന്നതും സന്നദ്ധ പ്രവർത്തകർക്കിടയിൽ വലിയ തോതിലുള്ള മാനസിക പ്രശ്നങ്ങൾക്ക് കാരണമാകുന്നു. മറ്റുള്ളവരെ സഹായിക്കാൻ ഓടുന്ന ഇവർക്ക് കൃത്യമായ മാനസിക പിന്തുണയും കൗൺസിലിംഗും ആവശ്യമാണ് എന്ന യാഥാർത്ഥ്യം പലപ്പോഴും സമൂഹം മറന്നുപോകുന്നു. മുൻകാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഇന്ന് സന്നദ്ധ പ്രവർത്തനങ്ങളിൽ ആധുനിക സാങ്കേതികവിദ്യ നിർണായക പങ്ക് വഹിക്കുന്നുണ്ട്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സംവിധാനങ്ങളും സാറ്റലൈറ്റ് ഇമേജിംഗും ഉപയോഗിച്ച് പ്രകൃതി ദുരന്തങ്ങളെ മുൻകൂട്ടി പ്രവചിക്കാനും ദുരന്തം നടന്ന പ്രദേശങ്ങളുടെ വ്യാപ്തി മനസ്സിലാക്കാനും സാധിക്കുന്നു. റോഡുകളും പാലങ്ങളും തകർന്ന ഒറ്റപ്പെട്ട പ്രദേശങ്ങളിൽ അടിയന്തരമായി ജീവൻ രക്ഷാ മരുന്നുകളും രക്തവും ഭക്ഷണവും എത്തിക്കാൻ ഡ്രോണുകൾ വ്യാപകമായി ഉപയോഗിക്കുന്നു. ദുരന്തമുഖത്ത് കുടുങ്ങിക്കിടക്കുന്നവരുടെ സഹായാഭ്യർത്ഥനകൾ ലോകത്തെ അറിയിക്കാനും ക്രൗഡ് ഫണ്ടിങ്ങിലൂടെ സാമ്പത്തിക സഹായം സമാഹരിക്കാനും സന്നദ്ധ പ്രവർത്തകരെ ഏകോപിപ്പിക്കാനും സമൂഹ മാധ്യമ പ്ലാറ്റ്ഫോമുകൾ ഇന്ന് വഹിക്കുന്ന പങ്ക് വളരെ വലുതാണ്. ഏതായാലും മനുഷ്യത്വത്തിന്റെ ഈ സന്ദേശം അടുത്ത തലമുറയിലേക്ക് പകർന്നു കൊടുക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ്. ഇന്നത്തെ യുവതലമുറ ഈ രംഗത്തേക്ക് കൂടുതൽ സജീവമായി കടന്നു വരേണ്ടതുണ്ട്. സ്കൂൾ കോളേജ് തലങ്ങളിൽ പ്രവർത്തിക്കുന്ന NSS, NCC, സ്കൗട്ട് ആൻഡ് ഗൈഡ്സ് തുടങ്ങിയവ വിദ്യാർത്ഥികളിൽ സേവന മനോഭാവം വളർത്താൻ ഏറെ സഹായിക്കുന്നു. ഒരു വലിയ ദുരന്തം വരുന്നതുവരെ കാത്തിരിക്കാതെ നമ്മുടെ ചുറ്റുമുള്ള ചെറിയ ആവശ്യങ്ങളിൽ ഇടപെടാൻ യുവാക്കൾക്ക് സാധിക്കണം. കൃത്യസമയത്തുള്ള രക്തദാനം, നിർധനരായ രോഗികൾക്ക് ആശുപത്രികളിൽ കൂട്ടിരിക്കൽ, ദുരിതാശ്വാസ ക്യാമ്പുകളിലെ സേവനം, പ്രാദേശികമായ ശുചീകരണ പ്രവർത്തനങ്ങൾ എന്നിവയെല്ലാം യുവജനങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന മികച്ച മാനുഷിക പ്രവർത്തനങ്ങളാണ്. ഈ ദിനത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും ജീവകാരുണ്യ പ്രവർത്തകർ നേരിടുന്ന പ്രശ്നങ്ങളെക്കുറിച്ചും സമൂഹ മാധ്യമങ്ങളിലൂടെയും മറ്റും അവബോധം സൃഷ്ടിക്കാനും യുവതയ്ക്ക് സാധിക്കണം. എന്ത് വന്നാലും ഞങ്ങൾ ഒപ്പമുണ്ട് എന്നതാണ് സമീപകാലത്ത് ലോക മനുഷ്യത്വ ദിനം ലോകത്തിന് നൽകിയ ഏറ്റവും വലിയ സന്ദേശം. ഭൂകമ്പമോ പ്രളയമോ യുദ്ധമോ പട്ടിണിയോ ആകട്ടെ, മനുഷ്യൻ കഷ്ടപ്പെടുന്നിടത്ത് മനുഷ്യത്വത്തിന്റെ കരങ്ങളുമായി എത്തുന്ന ഓരോ സന്നദ്ധ പ്രവർത്തകനെയും ഈ ദിനത്തിൽ നമുക്ക് ഹൃദയത്തോട് ചേർത്ത് പിടിക്കാം. മനുഷ്യത്വം എന്നത് ഒരു പദമല്ല, അതൊരു പ്രവൃത്തിയാണ്. സഹജീവികളുടെ കണ്ണീരൊപ്പാൻ സ്വന്തം സുരക്ഷ പോലും മറന്ന് ഓടിയെത്തുന്നവരോട് ഈ ലോകം എന്നും കടപ്പെട്ടിരിക്കുന്നു. ചുറ്റുപാടുകളിൽ നമ്മുടെ സഹായം ആവശ്യമുള്ളവരിലേക്ക് നീളുന്ന ഒരു ചെറിയ കൈത്താങ്ങ് മതി നമുക്കും ആ വലിയ മനുഷ്യത്വ ശൃംഖലയുടെ ഭാഗമാകാൻ. സ്നേഹവും അനുകമ്പയും നഷ്ടപ്പെടുന്ന ആധുനിക ലോകത്ത് നമ്മളിലെ മനുഷ്യനെ ഉണർത്താനുള്ള ഒരു ഉച്ചത്തിലുള്ള സൈറൻ കൂടിയാകട്ടെ ഓരോ ലോക മനുഷ്യത്വ ദിനവും. നിങ്ങൾ കേട്ടത് വാർത്താ വീക്ഷണം. ലോക മനുഷ്യത്വ ദിനം അലിവിന്റെയും അതിജീവനത്തിന്റെയും ഓർമ്മപ്പെടുത്തൽ. തയ്യാറാക്കിയത് നിസാർ മുഹമ്മദ്, ബ്യൂറോ ചീഫ്, വീക്ഷണം, തിരുവനന്തപുരം.